നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് തുർക്കിയും കടന്നു വരുന്നു എന്നതാണ്. പ്രത്യേകിച്ചും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പശ്ചിമേഷ്യയെ സംബന്ധിച്ച് അസർബൈജാൻ സന്ദർശനത്തിനൊരുങ്ങിയ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം തുർക്കി വ്യോമ അതിർത്തി ഉപയോഗിക്കുന്നതിനെ തുർക്കി ബാൻ ചെയ്തു എന്നാണ്. തുർക്കി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അസർബൈജാനിലോട്ട് പോകുവാൻ തുർക്കിയുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിന്ന് നിരോധനം ഏർപ്പെടുത്തി എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. തുർക്കിയും ഇസ്രായേലും തമ്മിൽ സംഘർഷം മൂർജിക്കുന്നു എന്ന വാർത്തയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനമായത്. ഇതിനെ തുടർന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിരിക്കുന്നു. തുർക്കി തങ്ങളുടെ പ്രധാനമന്ത്രിക്ക് തുർക്കിയുടെ വ്യോമപാത നിഷേധിച്ചത് വലിയ ഗൗരവമായിട്ടാണ് ഇസ്രായേൽ വീക്ഷിക്കുന്നത് എന്നൊരു വിശദീകരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും മാധ്യമങ്ങളുടെ വിശകലനം അനുസരിച്ച് തുർക്കി ഒരു നാറ്റോ രാജ്യമാണ്. നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ തുർക്കിക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം തുർക്കിയിൽ പ്രവേശിക്കുന്നതിന് തടയുന്നതിനുണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ നിന്ന് വിശദീകരണം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നു എന്നത് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ തുർക്കി ഗസയിൽ പോരാളി സംഘങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്നു എന്നൊരു ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു എന്നതുകൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും ഇറാനാണ് നേരത്തെ ഈ സംഘർഷങ്ങളിൽ ഡയറക്റ്റായിട്ട് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ തുർക്കിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും അസർബൈജാൻ സന്ദർശനത്തിലേക്ക് പോവുകയായിരുന്ന ഇസ്രായേലി പ്രധാനമന്ത്രിക്കാണ് തുർക്കി വ്യോമപാത നിരോധിച്ചത്. അസർബൈജാൻ എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഏക ഇസ്ലാമിക രാജ്യമാണ്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് അവിടെ പോയി അസർബൈജാനുമായിട്ട് തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളൊക്കെ വിപുലീകരിക്കുന്ന ഒരു നടപടിക്രമം സ്വീകരിച്ചിരുന്നു എന്നത് വലിയ വാസ്തവമായ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തുർക്കിയും ഇസ്രായേലും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. അത് അമേരിക്കയിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് അമേരിക്ക പ്രതിരോധ ബഡ്ജറ്റ് ആവശ്യമില്ലാതെ ചിലവാക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഹൂതികൾക്കെതിരെ ഇസ്രായേലിന്റെ പ്രേരണയാൽ അമേരിക്ക ഏർപ്പെടുന്ന യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു എന്ന വിലയിരുത്തലുകളാണ് അമേരിക്കൻ പത്രങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ചും 3 ആഴ്ചയിൽ $1 ബില്യൺ എന്ന രീതിയിലാണ് അമേരിക്ക ഹൂതികൾക്കെതിരായ യുദ്ധത്തിനായി ചിലവാക്കുന്നത്. മാത്രമല്ല ദിവസം ഓരോ MQ-9 ഡ്രോണുകൾ നഷ്ടമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ F-18 എന്ന് പറയുന്ന വളരെ എക്സ്പെൻസീവായ വളരെ വിലപിടിപ്പുള്ള വിമാനം ഈ ഹാരിസ് ട്രൂമാൻ കപ്പൽ ഹൂതികൾ ആക്രമിക്കുന്നതിനിടയിൽ രക്ഷപ്പെടുവാനുള്ള പരിശ്രമത്തിൽ അമേരിക്കയ്ക്ക് ചെങ്കടലിൽ നഷ്ടമായിരുന്നു. അതൊക്കെ വലിയ വിവാദം അമേരിക്കയിൽ ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനം അന്തർദേശീയ തലത്തിൽ. മറ്റൊന്ന്, 80ഓളം ഹൂതി നേതാക്കളെ അമേരിക്ക വധിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹൂതി നേതാക്കന്മാരുടെ ഉന്നതരായ ആളുകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നൊരു വിശകലനവും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. മറ്റൊന്ന്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർപ്പപ്പയുടെ വേഷം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് വലിയ വിവാദമാവുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ കത്തോലിക്ക സഭ അനുകൂല യൂട്യൂബ് ചാനലുകളൊക്കെ ഇത് വളരെ ശക്തമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. കാരണം കത്തോലിക്ക സഭ വളരെ പരിഭാവനമായി കാണുന്ന മാർപ്പപ്പ സ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ മാർപ്പപ്പയുടെ ഔദ്യോഗിക വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് എക്സ് പോസ്റ്റിൽ തന്റെ പടം പോസ്റ്റ് ചെയ്തത് എന്നൊരു ആരോപണം കത്തോലിക്ക സഭാ വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. കാരണം ഈ ട്രംപ് അധികാരമേറ്റതിനെ തുടർന്ന് അമേരിക്ക ഒരു പ്രൊട്ടസ്റ്റാന്റ് രാജ്യമായിരുന്നിട്ട് കൂടി വളരെ പരിഗണനാപൂർവ്വം കത്തോലിക്കരെ പരിഗണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ കത്തോലിക്ക സഭാ വിശ്വാസികളായ ധാരാളം പേരെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ വളരെ യാദൃച്ഛികമായി അദ്ദേഹം ഈ പോപ്പിന്റെ വേഷത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ തൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. കാരണം ഈ പോപ്പ് തിരഞ്ഞെടുപ്പ് എന്നത് കത്തോലിക്ക സഭാ വിശ്വാസികൾ വളരെ പരിഭാവനമായി കാണുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളിലൂടെ നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു കർമ്മമാണ്. കാരണം അത്രമേൽ പരിഭാവനമാണ് അവർക്ക്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്തെ അവഹേളിക്കുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ പടം പോസ്റ്റ് ചെയ്തത് എന്നൊരു വിവാദം അന്താരാഷ്ട്ര കത്തോലിക്ക സഭാ വിശ്വാസികൾക്കിടയിലുണ്ട് എന്നത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ
അന്തരിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി തനിക്ക് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാകുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതും ഈ അവസരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് വലിയ വാസ്തവമാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ ചിത്രം ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമാകുന്നുണ്ട്, പ്രത്യേകിച്ചും കത്തോലിക്ക സഭാ വിശ്വാസികൾക്കിടയിൽ എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത. മറ്റൊന്ന്, ഹൂതികൾ ബെൻഗുരിയൻ എയർപോർട്ടിന് നേരെ നിരന്തരം ആക്രമണങ്ങൾ തുടരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബെൻഗുരിയൻ എയർപോർട്ടിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഈ ബെൻഗുരിയൻ എയർപോർട്ട് താൽക്കാലികമായി അടച്ചിട്ടു എന്ന വാർത്ത പുറത്തു വരുന്നതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ താൽക്കാലികമായി മണിക്കൂറുകൾ മാത്രമാണ് അടച്ചിട്ടതെന്നും അതിനുശേഷം അതിന്റെ പ്രവർത്തനം തുടർന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഈ ബങ്കറുകളിലേക്ക് ആളുകൾ ഓടി രക്ഷപ്പെടുന്നതിനുള്ള ശ്രമത്തിനിടയിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഇസ്രായേലും അതുപോലെ തുർക്കിയും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം തുർക്കിയുടെ ഇടപെടലുകൾ മിക്കപ്പോഴും ചിലയിടങ്ങളിലൊക്കെ സംശയത്തോടു കൂടിയാണ് ആളുകൾ വീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഇസ്രയേലിലെ അട്ടിമറിയൊക്കെ തുർക്കിയുടെ പിന്തുണയോടുകൂടിയായിരുന്നു. ഒപ്പം ഇസ്രായേലിനും അതിൽ കൈയുണ്ടായിരുന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തുർക്കി വളരെ ശക്തമായ നടപടി ഇസ്രായേലിനെതിരെ എടുത്തിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ വ്യക്തമാകുന്നത്. കാരണം വളരെയേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഈ അവസരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വ്യോമപാത നിഷേധിച്ചിരിക്കുന്നു തുർക്കി അസർബൈജാനിലോട്ട് പോകുവാൻ എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അത് വളരെ പ്രകോപനപരമായാണ് ഇസ്രായേൽ തുർക്കിയുടെ തീരുമാനത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലി ഔദ്യോഗിക വക്താവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് വളരെ ഗൗരവമായി തന്നെ ഇസ്രായേൽ പരിഗണിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും അടുത്ത നിമിഷങ്ങൾ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇറാൻ 4ാം ഘട്ട ആണവായുധ ചർച്ചകളിൽ നിന്ന് പിന്മാറിയതും അതുപോലെ ഇറാന്റെ സൈനിക നേതൃത്വം ഏത് ആക്രമണവും ഏതു സമയത്തും നേരിടുവാൻ തങ്ങൾ തയ്യാറാണെന്ന നിലപാടുമായി മുന്നോട്ട് വരുന്നതുമൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ ചർച്ചയാകുകയാണ്. എന്തായാലും ലോകം കൂടുതൽ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രത്യേകിച്ചും ഗസയിലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടരുന്നു. ഗസയിൽ ഇസ്രായേലി കേണൽ ഉൾപ്പെടെ 2 സൈനികർ മരിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. ഹമാസിന്റെ ഒളിയാക്രമണത്തിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകളും ഈ അവസരത്തിൽ പുറത്തു വരികയാണ്. ഗസയിലും ഇസ്രായേലിന് പ്രതിരോധം തീർക്കേണ്ടി വരുന്നു എന്ന ഒരു വാർത്ത കൂടി അവസരത്തിലുണ്ട്. എന്തായാലും ഇസ്രായേലും ഗസയും ഒക്കെ സമാധാനപരമായി വർദ്ധിക്കട്ടെ. ഇരു രാജ്യങ്ങളിലും ജനത സമാധാനത്തിന്റെ ശുദ്ധവായു ശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.